1501 നവംബർ 14 15 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രിട്ടന്റെ ആർതർ രാജകുമാരനും കാതറിൻ ഓഫ് ആരഗണും അന്നത്തെ സെയിന്റ് പോൾസ് കത്തീഡ്രലിൽ വിവാഹിതരാകുന്നു. അവരുടെ ആദ്യ രാത്രി ആരോഗ്യ സന്താന ലബ്ധിക്കായി പ്രാർത്ഥിക്കാനും അനുഗ്രഹം ചൊരിയാനും മെത്തയിൽ പുണ്യജലം തളിക്കാനുമൊക്കെ ബിഷപ്പും കൂടി. രാജകുമാരന്റെ അമ്മുമ്മ, മന്ത്രിമാർ അടക്കമുള്ള കുറെ പേർ ചിട്ടവട്ടങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ആദ്യ രാത്രി നടക്കുന്ന മുറിയിൽ തന്നെ. കോർട്ട് റെക്കോർഡുകളിൽ, പ്രത്യേകിച്ച് കോളേജ് ഓഫ് ആംസ് മാനുസ്ക്രിപ്റ്റിലും ബിഷപ്പ് ഓഫ് ലണ്ടന്റെ ആർക്കൈവ്സിലും ഈ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പരമ്പര ഉറപ്പാക്കാൻ ഇങ്ങനെ പബ്ലിക് ബെഡിംഗ് സെറിമണി യൂറോപ്പിൽ അന്ന് വ്യാപകമായിരുന്നു. അത് റോയൽ അല്ലെങ്കിൽ രാജ കൊട്ടാരങ്ങളിലാണ് കൂടുതലും. കാരണം ഡൈനാസ്റ്റി കണ്ടിന്യൂ ചെയ്യാനായിട്ട് മക്കൾ ഉണ്ടാവുന്നത് ഉറപ്പിക്കാനാണിത്. 16-18 നൂറ്റാണ്ട് വരെയാണ് ഇത്. ആ സമയത്തിന്റെ ഇടയ്ക്കാണ് ഈ ചിട്ടവട്ടങ്ങൾ കൂടുതലും നടന്നിരുന്നത്. ഇത് മാത്രമല്ല, റോയൽ ആൾക്കാരുടെ രാജകുടുംബത്തിലെ പ്രസവങ്ങളും ഇങ്ങനെ തന്നെ പബ്ലിക്കായിട്ടായിരുന്നു നടന്നിരുന്നത്. കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ, വെച്ചു മാറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുമാണിത്. വിവാഹം രണ്ടുപേരുടെ മാത്രം വളരെ പ്രൈവറ്റായ ഒരു തീരുമാനമായി കാണാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് കഴിയുമെങ്കിലും ചരിത്രത്തിൽ ഉടനീളം ഇത് കൂടുതലും നടന്നിരുന്നത് സ്ഥാനമുറപ്പിക്കാനോ സന്താന ലബ്ധിക്കോ സുരക്ഷയ്ക്കോ ഒക്കെ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പല വിചിത്രമായ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ തോന്നിയേക്കാവുന്ന രീതികൾ പല കാലത്തായി പല സ്ഥലത്തും നിലനിന്നിരുന്നു. അതിൽ ചിലത് ഇന്ന് നമുക്ക് നോക്കാം. ആരെ വിവാഹം കഴിക്കുന്നു എന്ന മാനദണ്ഡം വെച്ചാണ് ഈ പെറുക്കിയെടുത്ത കഥകളൊക്കെ. പോളിഗാമി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വിവാഹം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, അത് സാധാരണമായിരുന്നു. ഇന്ത്യയിൽ പലപ്പോഴും ഈ മരം, മൃഗത്തെ ഒക്കെ കല്യാണം കഴിക്കാറും ഉണ്ടായിരുന്നു, ഈ ജാതകദോഷമൊക്കെ തീർക്കാനായിട്ട്. മറ്റു ചില സംസ്കാരങ്ങളിൽ പ്രേതത്തിനെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളെ വിവാഹം കഴിച്ചിരുന്നു. അത് ആഫ്രിക്കൻ സംസ്കാരങ്ങളിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സംസ്കാരങ്ങളിലും നിലനിന്നിരുന്ന ഒന്നാണ്. ഇതൊക്കെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ കസ്റ്റമായിട്ട് ചെയ്തിരുന്ന ചില ആചാരങ്ങളുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിൽ പണ്ട് നിലനിന്നിരുന്ന വേലി സമ്പ്രദായം. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ, കുടുംബത്തിലെ മൂത്ത മകന് മാത്രമേ ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിക്കാവൂ. ഇതിന് വേലി എന്ന് പറയും. ബാക്കി അനിയന്മാരുണ്ടെങ്കിൽ അവരൊക്കെ സംബന്ധം കൂടിക്കണം. സംബന്ധം എന്താന്ന് വെച്ചാൽ മറ്റ് ജാതികളിൽ നിന്നും ബന്ധം സ്വീകരിക്കാം എന്ന് മാത്രം. സ്വത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മക്കൾക്ക് അവകാശങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഈ രീതിയിൽ സ്വത്ത് വീതിച്ച് ശുഷ്കമായി പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. കാരണം മൂത്ത മകന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് അവരെ സ്വത്ത് സമ്പാദനം സംരക്ഷിച്ചിരുന്നത്. പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ബ്രാഹ്മണ സ്ത്രീകൾക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കാൻ മാത്രം കുടുംബങ്ങളില്ലായിരുന്നു. അതായത് ഓരോ കുടുംബങ്ങളിൽ ഓരോ മൂത്ത മകൻ വെച്ചല്ലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഈ റേഷ്യോ ദുർബലമാകുന്നതിനാൽ പ്രായവ്യത്യാസം നന്നേ ഉള്ള നമ്പൂരിമാരെ അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിച്ച ആണുങ്ങളെ ഒക്കെ വേലി കഴിക്കാൻ നിർബന്ധിതരായിരുന്നു സ്ത്രീകൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ പോലും. അങ്ങനത്തെ സാഹചര്യമുള്ളതിനാൽ നന്നേ ചെറുപ്പത്തിലെ തന്നെ വിധവകളാകാനുള്ള സാഹചര്യങ്ങളും ചാൻസും കൂടുതലാണ്. അങ്ങനെ ആവുകയാണെങ്കിലോ വളരെ സ്ട്രിക്റ്റായ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിൽ. അങ്ങനെ അന്ന് ബ്രാഹ്മണ സമൂഹത്തിലുള്ള സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സാധാരണ സമൂഹത്തിന് കാര്യമായി അറിവില്ലായിരുന്നു അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടിരുന്നു. ശേഷം ലളിതാംബിക അന്തർജനം പോലെയുള്ള എഴുത്തുകാർക്കൊക്കെ അവരുടെ രചനകളിലൂടെയാണ് സാധാരണ സമൂഹത്തിന്റെ ശ്രദ്ധ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അതും വളരെ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ. എന്തായാലും ഈ സമ്പ്രദായം അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നമായ സംബന്ധം എന്ന രീതി ഏറ്റവും നന്നായി വർക്ക് ചെയ്തിരുന്നത് മരുമക്കത്തായം നടന്നിരുന്ന നായർ വിഭാഗത്തിലായിരുന്നു. സ്ത്രീകൾ അവരവരുടെ കുടുംബത്തിൽ തന്നെ ജീവിക്കുകയും സംബന്ധം കൂടുന്നവരുടെ മക്കളെ പ്രസവിക്കുകയും കുടുംബം പുലർത്തുകയും ചെയ്തിരുന്ന രീതി. അന്ന് ഈ താലി, കല്യാണം എന്നതിനെയൊക്കെ കാട്ടിലും പുടവ കൊടുക്കുക എന്നതാണ് ആചാരം. അതാണ്
നമ്മുടെ മലയാളികളുടെ കല്യാണങ്ങളിൽ ഇന്നും സാരി കൊടുപ്പ്, മന്ത്രകോടി എന്ന പേരുകളിൽ ഒട്ടുമിക്ക വിഭാഗങ്ങളിലും പല മതങ്ങളിൽ പോലും ഇന്നും തുടർന്നു പോരുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ വിക്ടോറിയൻ മൊറാലിറ്റി വരുന്നത് വരെയായിരുന്നു സ്ത്രീകൾക്ക് വിലയുണ്ടായിരുന്ന മെട്രിലിനിയൽ സിസ്റ്റം. അതിൽ ഒരുതരം വാക്കിംഗ് മാരേജ് എന്ന് തന്നെ പറയാം. അതായത് സ്ത്രീകൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. ഈ ചൈനയിലെ മൂസോ വിഭാഗത്തിൽപ്പെട്ടവർ കുറേയൊക്കെ ഇപ്പോഴും തുടർന്നു പോരുന്ന രീതിയാണ് ഈ വാക്കിംഗ് മാരേജ്. അതായത് പ്രായപൂർത്തിയായ സ്ത്രീക്ക് തൻ്റെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാം, സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് മക്കളെ വളർത്താം, വീട്ടിലെ കാരണവർ അവിടുത്തെ മൂത്ത സ്ത്രീയാവും, രക്തപരമ്പര തുടരുന്നതും പെൺമക്കളിലൂടെ മാത്രം. ചു വൈ ഹുങ്ങിന്റെ ദ കിങ്ഡം ഓഫ് വിമൻ, ലൈഫ്, ലവ് ആൻഡ് ഡെത്ത് ഇൻ ചൈനസ് ഹിഡൻ മൗണ്ടൻസ് എന്ന പുസ്തകത്തിൽ ഈ രീതികളെക്കുറിച്ച്, ഈ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങളുണ്ട്. അമ്മാവന്റെ മക്കളെ കല്യാണം കഴിക്കുന്ന രീതി നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ തലമുറ വരെ ഒരു പുതുമയായിരുന്നേയില്ല. അമ്മാവനെ തന്നെ കല്യാണം കഴിക്കുന്ന രീതി തമിഴ്നാട്ടിലും പുതുമയല്ല. കസിൻസിനെ വിവാഹം ചെയ്യുന്നത് ഇന്നും പാകിസ്ഥാനിൽ കോമൺ ആയ രീതിയാണത്രേ. പക്ഷേ 2 സഹോദരന്മാരെ ഒന്നിച്ച് കല്യാണം കഴിക്കുന്നതും ചിലയിടത്ത് പുതുമയല്ല. നമ്മളുടെ വെങ്കലം സിനിമ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ചില വിഭാഗങ്ങളിൽ ഈ രീതി നിലനിന്നിരുന്നു. ഈ വരവും ചിലവുകളും ഒക്കെ ഒന്നിച്ച് മാനേജ് ചെയ്യാനും പൈസയുടെ കാര്യത്തിൽ, പിന്നെ ഉണ്ടാക്കുന്ന കുട്ടികളെ ഒരേ രീതിയിൽ കാണാനും വളർത്താനും സഹോദരങ്ങൾ തമ്മിൽ ഐക്യമുറപ്പിക്കാനുമൊക്കെ ഈ രീതി ഉപകരിച്ചു. പിന്നീട് ശ്രീനാരായണ ഗുരു പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഇടപെടലും 1955 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരവുമൊക്കെയാണ് ഈ രീതികൾ ഇന്ന് അന്യം നിന്നു പോയത്. ഇതിനെ പാണ്ഡവ വിചാരം എന്ന ലോക്കൽ പേര്, ഫ്രറ്റേണൽ പോളിയാൻഡ്രി എന്ന് ഇംഗ്ലീഷിൽ പറയും. ടിബറ്റ്, നേപ്പാൾ, ഹിമാചൽ അങ്ങനെ ചില സ്ഥലങ്ങളിലെ പല വിഭാഗങ്ങളിലും ഈ രീതി ഉണ്ടായിരുന്നു, കേരളത്തിൽ മാത്രമല്ല. എല്ലാത്തിലും ഉദ്ദേശം ഒന്ന് തന്നെയാണ്: ഉള്ള സ്വത്ത് വീതിച്ച് കുറഞ്ഞു പോകാതിരിക്കുക, ഒന്നിച്ച് മുന്നോട്ട് പോവുക, കുടുംബത്തിൽ ഐക്യം, അതുപോലെ പണം, സ്വത്ത്, സംരക്ഷണം. വ്യക്തി അധിഷ്ഠിത ഇഷ്ടാനുഷ്ഠാനങ്ങളല്ല ഈ വിവാഹ രീതികൾക്കൊന്നും കാരണം, മറിച്ച് സ്ട്രാറ്റജിക് തീരുമാനങ്ങളാണ്. ഈ രാജാക്കന്മാർ മറ്റ് രാജ്യത്തെ രാജകുമാരിമാരെ സ്ട്രാറ്റജിക് അലയൻസായി വിവാഹം ചെയ്ത് ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ആ ഒരു രീതി. ഭർത്താവിന്റെ മരണശേഷം ഭർത്തൃ സഹോദരനെ വിവാഹം ചെയ്യുന്നത് പലയിടത്തും ആചരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ ആർതർ രാജകുമാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ഹെൻറി 8 ആള് നല്ല ഫേമസ് ആണ്. പോപ്പിനെ മാറ്റി ഇംഗ്ലണ്ടിന്റെ ചർച്ചിന്റെ തലപ്പത്ത് തന്നെ അവരോധിച്ച മഹാനാണ് അദ്ദേഹം ആദ്യം കല്യാണം കഴിക്കുന്നത് ആർതറിന്റെ, അതായത് തന്റെ സഹോദര വിധവയായ കാതറിനെ തന്നെയാണ്. ഇതന്ന് വളരെ സാധാരണമായി കൊണ്ടു നടന്ന സമൂഹങ്ങൾ ചുരുക്കമല്ല. വേറൊരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കൊറിയയിലെ ഗൊഗോറിയോ രാജ്ഞി വു ആണ്. അവർ തന്റെ ഭർത്താവിന്റെ മരണശേഷം സ്ഥാനമുറപ്പിക്കാനായിട്ട് ഈ രീതിയാണ് അവലംബിച്ചത്. അന്ന് അവിടെ അത് സാധാരണമായിരുന്നു, ഭർത്താവിന്റെ സഹോദരനെ വിവാഹം ചെയ്യുക. പിന്നീട് ജോസോൺ ഡൈനാസ്റ്റി വരുമ്പോഴും നിയോ കൺഫ്യൂഷ്യസ് ആശയം വേരുറപ്പിച്ച ശേഷമാണ് കൊറിയയിൽ ഈ ആചാരം നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് സഹിക്കാം. ഇതിലും കഠിനമായ ഒന്നുണ്ട്: ഇൻസെസ്റ്റ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്ന രീതി. വളരെ ഫേമസ് ആയി ഇൻസെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരുന്ന രീതി പ്രാചീന ഈജിപ്ഷ്യൻ റോയൽറ്റിക്കുണ്ടായിരുന്നു. ഈ ഗ്രീക്ക്, ഈജിപ്ഷ്യൻ മിത്തോളജി കഥകളിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇത് തന്നെ പിന്തുടർന്നാണ് രാജ കൊട്ടാരങ്ങളിൽ ഈ രീതി തുടർന്നത്. രാജഭരണം കുടുംബത്തിന് പുറത്തു പോകാതിരിക്കാൻ ഇതിലും ബെസ്റ്റ് ഐഡിയ വേറെ ഇല്ലല്ലോ. തന്റെ സഹോദരന്മാരെ ഒന്നിനു പിറകെ ഒന്നായി കല്യാണം കഴിച്ച ക്ലിയോപാട്രയുടെ കഥ പ്രശസ്തമാണ്. അവരുടെ ആചാരപ്രകാരം രാജരക്തമുള്ള സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് മാത്രമേ രാജ്യാവകാശം ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫറവോമാർ എന്നറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് ഒരു അന്തപുരം നിറയെ ഭാര്യമാരുണ്ടാകും, അതിൽ കുട്ടികളും ഉണ്ടാവുമെങ്കിലും അവർക്കാർക്കും രാജാവാകാൻ പറ്റില്ല. അതിന് രാജരക്തമുള്ള ഭാര്യ വേണം. അതിപ്പോ വേറെ ആരാണ്? സഹോദരി തന്നെ. അങ്ങനെ സഹോദരിയെ വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നു, ആ കുട്ടിക്ക് രാജ്യഭാരം കൊടുക്കുന്നു. അങ്ങനെ രാജ്യാവകാശം കുടുംബത്തിൽ തന്നെ നിൽക്കും. ഈ ഐഡിയക്ക് പക്ഷേ ഒരു വലിയ ന്യൂനതയുണ്ട്. കാലാകാലങ്ങളായുള്ള ഇൻബ്രീഡിങ്ങിൽ ജനറ്റിക്സ് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറി വരും. ഉദാഹരണത്തിന് കുട്ടിരാജാവ് തുത്തക്കാമുന്റെ മമ്മിയിൽ നടത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്
19 വയസ്സിൽ മരിച്ചു എന്ന് കരുതുന്ന അദ്ദേഹത്തിന് ഇൻബ്രീഡിംഗ് വഴി ഉണ്ടായ ക്ലബ് ഫുഡ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. റോമാക്കാർക്ക് മുന്നേ 3000 വർഷം നീണ്ടുനിന്ന ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ 30ഓളം വരുന്ന ഡൈനാസ്റ്റികളിൽ പലതും വഴിമുട്ടിപ്പോയത് ആരോഗ്യമുള്ള അനന്തരാവകാശികളില്ല എന്ന പേരിലാണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ ഇൻബ്രീഡിംഗ് തന്നെയാണ്. ബാക്കിയുള്ളത് ഈ വിദേശാക്രമണങ്ങളിലും മറ്റുമാണ് നശിച്ചത്. ഈ ജനറ്റിക് പഠനങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ വന്നതോടെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് മനുഷ്യൻ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. നിയമവാഴ്ചയുള്ള സിവിലൈസ്ഡ് സമൂഹത്തിൽ ഇന്ന് കൂടുതൽ വിവാഹങ്ങളും വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമാണ്. സ്വത്ത് സംരക്ഷണമോ സമൂഹത്തിലെ സുരക്ഷയോ ഒക്കെ നോക്കുന്നതിന് പകരം ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യവും ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യവും നിയമവാഴ്ചയും ഉള്ള സമയത്ത് മനസമാധാനവും തൻ്റെ ജീവിതത്തിനെ സന്തുഷ്ടമാക്കുന്ന അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുന്ന ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാനുമുള്ള ചോയ്സ് കൂടുതലാണ്.